ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാൽ നിറഞ്ഞു നിന്നവരിൽ ഒരാൾ അനീഷ് തന്നെയാണ്. അനീഷിൻ്റെ ഗെയിമാണോ ജെന്യുവിൻ ആണോ എന്നുള്ളത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. സംഭവം മറ്റൊന്നുമല്ല, ശോഭ വിശ്വനാഥ് അനീഷിനെ വെച്ചൊരു ആക്ട് ചെയ്തല്ലോ, സ്റ്റാച്ചു ആവാൻ പറഞ്ഞിട്ട് സ്ത്രീകളെ പോലെ മേക്കപ്പ് ഇടാനായിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നു. ജിസേൽ അതൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് ശോഭയായിട്ട് ചേർന്നിട്ടൊരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്ന പോലൊക്കെ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ചെയ്തിട്ടും അതുപോലെ നല്ലപോലെ ജോലി ചെയ്തിട്ടും അനീഷിന് കോയിൻ കിട്ടിയില്ല, അതായത് സ്റ്റാർ കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷമം മൂപ്പർക്കുണ്ട്. അപ്പോൾ ജി എമ്മിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാനിവിടെ അപമാനിക്കപ്പെട്ടിട്ട് ഒരു ജി എം എന്നുള്ള നിലയിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു, നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നു, നിങ്ങളുടെ ഒരു സ്റ്റാഫാണ് അപമാനിതനായത്. അപ്പോൾ ലക്ഷ്മി കുറേ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ അനീഷ് വിട്ടുകൊടുക്കുന്നില്ല. പുള്ളി സമരത്തിന് തീരുമാനിക്കുന്നു. അങ്ങനെ തറയിൽ കയറി ഇരിക്കുന്നു. 12 മണിയായി, 1 മണിയായി, 2 മണിയായി അനീഷ് അവിടെ തന്നെ ഇരുന്നു, അവിടെ തന്നെ കിടന്നു. അനീഷിന് ഭയങ്കര നിശ്ചയദാർഢ്യമാണ് കേട്ടോ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങ് കല്ല് പോലെ നിൽക്കും. അത് അനീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലരും വന്ന് പറഞ്ഞു, ശോഭ വന്ന് പറഞ്ഞു, അനീഷ് അനങ്ങിയില്ല. അവസാനം ഷിയാസ് 3-3:30 ആയപ്പോൾ, വെളുപ്പാൻ കാലത്ത് ഷിയാസ് വന്ന് നിർബന്ധിച്ചപ്പോൾ അനീഷ് ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. അതിനുശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകുമ്പോൾ ശോഭയെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും ആക്ടിവിറ്റി ഏരിയയിൽ കിടക്കാനാണ് പറഞ്ഞത്, ഹോട്ടൽ സ്റ്റാഫുകളെടുത്ത്. അപ്പം ഹോട്ടൽ മുതലാളിയുടെ മകൾക്കും അവരുടെ ഫ്രണ്ടിനും അതുപോലെ ഗസ്റ്റുകൾക്കും മാത്രമേ വീട്ടിനകത്ത് കിടക്കാൻ പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ കിടക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിലാണ്. അപ്പോൾ അങ്ങനെ അനീഷ് കിടക്കാൻ പോയ സമയത്ത് ശോഭയ്ക്ക് അത് വിഷമമായി. പാവം കേട്ടോ, വിഷമമായി. കാരണം അവരൊരു തമാശയ്ക്ക് ചെയ്തതാണ്. അനീഷിന് അത് വേറെ രീതിയിൽ വിഷമമായതുകൊണ്ടാണ് അനീഷ് റിയാക്ട് ചെയ്തത്. അപ്പോൾ ശോഭ എന്ത് ചെയ്ത്, അനീഷിനെ പോയി വിളിച്ചു. അനീഷ് പുറത്തിറങ്ങി വന്നു, ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചു. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഒരു ഫൺ ആക്റ്റായിട്ട് ചെയ്തതാണ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് ഇവിടെ വന്നപ്പോൾ നിങ്ങളെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ സംസാരിച്ചു. സംഭവം ശോഭയാണ് കൊടുക്കാൻ സമ്മതിക്കാത്തത് അനീഷിന് സ്റ്റാർ. അതായത് അനീഷിന് സ്റ്റാർ കൊടുക്കണമെന്ന് ജി എം ആയിട്ടുള്ള ലക്ഷ്മിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ കൊടുക്കാൻ സമ്മതിക്കാതിരുന്നത് ശോഭയായിരുന്നു. അനീഷിനും ഷാനവാസിനും കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അനീഷിന് കയറി അങ്ങ് കൊണ്ടത്. അപ്പോൾ എന്തായാലും ശോഭ വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞു, പുള്ളിക്കാരി കരഞ്ഞു. അപ്പോൾ അനീഷിനും ഭയങ്കര വിഷമമൊക്കെ ആയി. അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് ഹഗ് ചെയ്ത് അവിടെ അവസാനിക്കുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. അനീഷ് എന്ന് പറയുന്നത്, അനീഷ് ഞാൻ പറയുന്നില്ല ഭയങ്കര മൈൻഡ് ഗെയിമറാണോ അസാധ്യ ഗെയിമറാണെന്നൊന്നും പറയാനുള്ള ടൈം ആയിട്ടില്ല ബിഗ് ബോസിനകത്ത്. പക്ഷേ അനീഷ് ഭയങ്കര പേഷ്യൻസ് ഉള്ള, മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള, ഉറച്ച നിലപാടെടുത്താൽ അതിൽ ഉറച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. അതൊരു ചെറിയ കാര്യമല്ല. ബിഗ് ബോസിൽ അങ്ങനെയുള്ളവരെ നേരിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രശ്നം. ബഹളം ഉണ്ടാക്കുന്നവരെയും വഴക്കുണ്ടാക്കുന്നവരെയും പെട്ടെന്ന് ട്രിഗർ ആവുന്നവരെയും ഒക്കെ എളുപ്പത്തിൽ വേണമെങ്കിൽ കീഴടക്കാം. പക്ഷേ ഉറച്ച നിലപാടും ക്ഷമയുമുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യും? അനീഷൊക്കെ കല്ല് പോലെ നിൽക്കും കേട്ടോ. അതാണ് അനീഷിൻ്റെ പ്രത്യേകത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.